ധനുഷ് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. വളരെ ബുദ്ധിപൂർവ്വ എല്ലാം ചെയ്തിരിക്കുന്നത്. ജാമ്യം എടുക്കാനാണെന്നും പറഞ്ഞ അച്ഛനെ കൊണ്ട് ഡോക്യുമെന്റ്സ് എല്ലാം അവൾ ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ച്. ഈ സർക്കാർ ഓഫീസുകളിൽ ഇത്രയും വലിയ തട്ടിപ്പ് നടത്താൻ ഒരാൾക്ക് എങ്ങനെ കഴിയും സർ? എല്ലാ ഓഫീസുകളിലും ഈ കളി നടക്കില്ല. ചില ഉദ്യോഗസ്ഥന്മാര് ഇത്തരം ചതികൾക്ക് കൂട്ടുനിൽക്കാറുണ്ട്. ഈ അടുത്ത കാലത്ത് ഇങ്ങനൊരു കേസ് ഉണ്ടായിട്ടുണ്ട്. സർ, സർ ഈ കേസ് ഏറ്റെടുക്കണം, ഞങ്ങളെ ഒന്ന് സഹായിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ലായിരുന്നു. അവിടെ തന്നെ ഒരു തർക്കം സൃഷ്ടിക്കണമായിരുന്നു. അതെങ്ങനെ സാധിക്കും സർ? പോലീസുമായിട്ട് വന്നിട്ടല്ലേ അവൾ എല്ലാം ചെയ്തത്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അവന്തിക പിടിച്ചെടുത്ത ഈ പ്രോപ്പർട്ടിയുടെ എല്ലാം ഒറിജിനൽ ഡോക്യുമെന്റ്സ് ആരുടെ കയ്യില്? ആ ഡോക്യുമെന്റ്സ് വെച്ച് നമുക്ക് കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അവന്തിക പിടിച്ചെടുത്തതെല്ലാം തിരിച്ചെടുക്കാനും കഴിയും. എന്താ സർ, ആ ഡോക്യുമെന്റ്സ് എല്ലാം അവന്തിക മോഷ്ടിച്ചുകൊണ്ട് പോയി. ഒരു കടലാസ് പോലും ഇനി ബാക്കിയില്ല. കൊള്ളാം, നല്ല പഠിച്ച കള്ളിയാണല്ലോ അവള്. അവൾ എന്തും ചെയ്യും സർ. ചതിക്കാനും കൊല്ലാനും ഒന്നും അവൾക്ക് ഒരു മടിയുമില്ല. അപ്പോ കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. ഈ ഡോക്യുമെന്റ്സിന്റെ എല്ലാം കോപ്പി എടുക്കാൻ പറ്റില്ല സർ? ഡോക്യുമെന്റ്സിന്റെ കോപ്പി എടുക്കാം, പക്ഷേ അതിന് കുറേയേറെ സമയമെടുക്കും. ആ ഡോക്യുമെന്റ്സ് എല്ലാം അവളുടെ അടുത്തുനിന്ന് തിരിച്ചു പിടിച്ചേ പറ്റൂ. ചോദിച്ചാ അവരത് തിരിച്ചു തരൂ? ഒരിക്കലും ഇല്ലല്ലോ. പിന്നെ ഒരു വഴിയേ ഉള്ളൂ, മോഷ്ടിക്കണം. എന്താ, അതിന് പറ്റുമോ? വേണ്ടി വന്നാ അതിന് ഞങ്ങൾ ശ്രമിക്കാം സർ. അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വഴിക്കൊന്ന് ശ്രമിച്ചു നോക്ക്. അതൊന്നും വേണ്ട ധനുഷ്, അതൊക്കെ വീണ്ടും വലിയ പ്രശ്നമായിട്ട് മാറും. എന്ത് പ്രശ്നം എടുത്തി? നമ്മളോട് ഇത്രയൊക്കെ ചെയ്തിട്ട് തിരിച്ചു അതെങ്കിലും നമ്മൾ ചെയ്യണ്ടേ? എന്ത് റിസ്ക് എടുത്തിട്ടായാലും അവളുടെ കയ്യിൽ നിന്ന് ആ ഡോക്യുമെന്റ്സ് തിരിച്ചു പിടിച്ചേ പറ്റൂ. നമുക്ക് രണ്ട് വഴികളിലൂടെയും മൂവ് ചെയ്യാം. ഒറിജിനൽ ഡോക്യുമെന്റ്സ് കോപ്പി വേണമെങ്കിൽ അതിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാം. പിന്നെ ഇപ്പൊ പറഞ്ഞ വഴിയിലൂടെയും ശ്രമിച്ചു നോക്കാം. എന്തായാലും ഈ കേസ് ഞാൻ ഏറ്റെടുക്കാം.